എല്ലാം അങ്ങനെ തന്നെ ആയിക്കോളും എന്ന് വിചാരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് നിങ്ങൾ നിസ്കരിച്ചിട്ട്, നിങ്ങൾ സ്വതക്ക ചെയ്തിട്ട്, നിങ്ങൾ ഹജ്ജ് ചെയ്തിട്ട് ദുനിയാവിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേണമെന്ന് മോഹിക്കുന്നെങ്കിൽ അത് ദുനിയാവിൽ വെച്ച് തന്നെ കിട്ടുന്നതാണ്. പേരിന് വേണ്ടിയാണ് നിങ്ങൾ ഖുർആൻ പഠിക്കുന്നതെങ്കിൽ ദുനിയാവിൽ നിങ്ങൾക്ക് ആ പേര് ലഭിക്കുന്നതാണ്. പേരിന് വേണ്ടിയാണ് സ്വതക്ക ചെയ്യുന്നതെങ്കിൽ അവിടെ 2 ലക്ഷം, ഇവിടെ 10 ലക്ഷം, ഇവിടെ 50 ലക്ഷം, ഇവിടെ 1 കോടി, അങ്ങനെ പേരിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ദുനിയാവിൽ നിങ്ങൾക്ക് ആ പേര് ദുനിയാവ് മുഴുവനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഖുർആൻ പറയുന്നു പരലോകത്തിന്റെ പ്രതിഫലമാണ് മോഹിക്കുന്നതെങ്കിൽ ഒരു സുബ്ഹാനല്ലാഹയുടെ കൂലിയെങ്കിലും കിട്ടിയെങ്കിലും മതിയെന്ന് പറഞ്ഞു. സ്വറാത്ത് പാലത്തിന്റെ മുമ്പിലെത്തുമ്പോ, മീസാൻ എന്ന ത്രാസിന്റെ മുമ്പിലെത്തുമ്പോ നന്മയും തിന്മയും സമമായി പോയി. ഒരു സുബ്ഹാനല്ലാഹ് അധികം പറഞ്ഞിരുന്നെങ്കിൽ അതിന്റെ കൂലി കൊണ്ട് എനിക്ക് രക്ഷപ്പെടാമായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന സമയത്താണ് ഇവിടത്തെ നന്മകളുടെ വില നമ്മൾ അറിയുക. നമ്മൾ ചിന്തിക്കൂല, എന്താ രണ്ടാണിക്കാരാ നമ്മൾ ചെയ്യുന്ന ഒരുപാട് നന്മകൾ, നമുക്ക് വെറുതെ ലഭിക്കുന്ന ഒരുപാട് നന്മകളുണ്ട്. വെറുതെ ഒരു ചെലവില്ലാതെ ലഭിക്കുന്ന നന്മയെ കുറിച്ചാണെന്ന് പറഞ്ഞു തരട്ടെ. ഈ കസേര ഉണ്ടല്ലോ, ഈ കസേരയിൽ വന്നിരുന്നാൽ മതി, ആ നിൽക്കണ ഒരാള്, അയാൾക്ക് വെറുതെ കുറെ പുണ്യം കിട്ടും. നിങ്ങൾ വന്നിരിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ കേട്ടോ, അത് നിങ്ങൾ അവിടെ നിന്നാൽ മതി. പക്ഷെ ഒരാള് അങ്ങനെ നിൽക്കാതെ, ഞാൻ ആ മജ്ലിസ് ഒരുക്കിയിട്ടിരിക്കല്ലേ, ആ കസേരയിൽ ഞാനൊന്ന് പോയി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെറുതെ കാല് കഴിച്ചിട്ടിരുന്നതാ, എന്നാ പോലും കിട്ടും. അതിന് നിയ്യത്തൊന്നും വേണ്ട. നമ്മുടെ നാട്ടിൽ ഒരു ബഹുമാനപ്പെട്ട സെയ്ദ് മുഹമ്മദ് ഉസ്താദ്, വലിയ മഹാനാണ്. അതേ ഒരിക്കൽ ഒരു ദിക്റിന്റെ മജ്ലിസിൽ പ്രസംഗിച്ചാണ്. അതുവഴി പോകുമ്പോൾ കുറച്ച് ആളുകൾ ഇവിടെ എന്താ ലൈറ്റ് വട്ടം കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അത് എന്താന്ന് നോക്കാൻ വേണ്ടി ആ മജ്ലിസിൽ ഒന്ന് വന്നപ്പോ കസേര കണ്ട് അതിലിരുന്നു. ഇരുന്നാൽ പോലും കൂലി കിട്ടുന്നതാണ്. വെറുതെ ചുമ്മാ ഇരുന്നാ മതി. ഇൽമിന്റെ മജ്ലിസിൽ ഒന്നും പഠിക്കണ്ട, ഒന്നും കേൾക്കണ്ട, ഇരുന്ന് ഉറങ്ങിക്കോ, പൈസ കൊടുക്കണ്ട, സുഖം കൊടുക്കണ്ട, അങ്ങനെ ഇരുന്നാൽ പോലും കൂലി കിട്ടും. ഇൽമിന്റെ മജ്ലിസ് ആണെങ്കിൽ അത്ര പ്രകാശമാണ് ഇൽമിന്റെ മജ്ലിസിന്. വെറുതെ കിട്ടുന്നതാണോ? എന്നാലും ചില ആളുകളോട് അത് വാങ്ങരുത് എന്ന് ഇബ്ലീസിന് നിർബന്ധമാണ്.